എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി നന്ദുവിനോട് പറയുന്നുണ്ട്, ചേച്ചി വിളിച്ചാലും നയനെ വിളിച്ചാലും നീ പിടി കൊടുത്തേക്കരുത്, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞേക്കണം എന്ന് പറയുമ്പം അത് നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നിന്നെ സംശയമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവർ വാതിലിൻ്റെ അപ്പുറത്ത് അങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഫോം വയ്ക്കും. നേരം ഫോം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം, അനി വാതിലോർന്ന് നോക്കുന്നുണ്ട്, അവർ അവിടെ ഇല്ല എന്നറിയുമ്പോൾ സമാധാനത്തോടെ പോയി കിടക്കാനായിട്ട് പോവുക. പിന്നെ അബിയെ കാണിക്കുന്നുണ്ട്. അബി ഗൾഫിലുള്ള അബിയുടെ കൂട്ടുകാരനെ വിളിക്കുന്നു. എന്നിട്ട് ആദർശ് നാളെയാണ് ഇവിടുന്ന് പോരുന്നത് എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അതൊന്നും നീ ഇങ്ങോട്ട് വിളിച്ച് പറയേണ്ട കാര്യമില്ല, നിന്നെ അവിടുത്തെ ജയിലിൽ കിടത്തിയതിന് പകരമായിട്ട് അവനെ ഞാൻ ഇവിടുത്തെ ജയിലിൽ കിടത്തും, ഇവിടെ കിടന്ന് അവൻ നരകിക്കും, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം, അവൻ അവിടുന്ന് കയറുമ്പോഴും ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് ഇൻഫർമേഷൻ തരാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോം വയ്ക്കുവാണ്. പിന്നെ അബി നവ്യയുടെ അടുത്തോട്ട് വരുക. അന്നേരം നവ്യ ആകെ ടെൻഷനിലാട്ടോ, ഇവരോട് പ്രതികാരം ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു ആലോചനയിലാണ് നവ്യ. അന്നേരം അഭി പറയുന്നുണ്ട്, നാളെ ആദർശ് അവൻ ഇവിടുന്ന് പോവുകയാണ്, അവിടെ പോയി ബിസിനസ് രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, അതുകൂടാതെ ഒരു ഷോപ്പും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിലെ താരമായിട്ടാണ് അവൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ആ താരത്തിനുള്ള പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്, അത് നിനക്ക് എന്താണെന്ന് അറിയാലോ എന്ന് പറയും. അന്നേരം അതായ എനിക്കറിയാം, ഏതായാലും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തു, ഈ കുടുംബത്തിനെ വിഷമിപ്പിക്കാൻ വേണ്ടി നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറയുന്നു. പിന്നെ എന്നത്തെ പോലെ അഭിയനെ മാറ്റി നിർത്തുന്നതിൻ്റെയും ഒക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടുപേരോട് സംസാരിക്കുന്നു. അതുപോലെ നയന ഓഫീസിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് ആദർശൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്, അത് കാണിക്കാൻ വേണ്ടി. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ കൂടെ ഈ ക്യാബിനിൽ ഇരുന്നാൽ മതിയെന്ന്, നീ എന്തിനാ അപ്പുറത്തേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാലേ ഐഡിയാസ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. എന്നിട്ട് ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട് വരച്ചത് കൊടുക്കുന്നു, നല്ലതാണോ നോക്കാൻ പറയുന്നു. അതൊന്നും നോക്കിയിട്ട് ആദർശ് പറയും, ഇത് വിട്ടിരിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ജ്വല്ലറി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, KN ജ്വല്ലറി എന്നാണ് പേര്. അവർക്ക് ഗൾഫിലും പല യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ സ്വർണ്ണക്കടകളൊക്കെ ഉള്ളതാണ്, വമ്പൻ പാർട്ടീസാണ്, അവർ നമുക്ക് നല്ല എതിരാളികളാണ്, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ഇത്തിരി റിസ്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുവാണ്, അവരുടെ പരസ്യം ചാനലിൽ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാമെന്ന്. അങ്ങനെ ആ പരസ്യം ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നവ്യയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും നയന, അയ്യോ ഇത് നവ്യേച്ചിയല്ലേ ആദർശേട്ടാ എന്ന് ചോദിക്കുന്നു. ആദർശിന് അത് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇവരുടെ എതിരാളിയായിട്ട് വരുന്ന ജ്വല്ലറിയാണ്, അതുകൂടാതെ നവ്യ അഭിനയിച്ചിരിക്കുന്ന രീതിയും ആദർശിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്, എതിരാളികളാണ്, അതുമാത്രമല്ല അഭിനയിച്ചിരിക്കുന്നതും വളരെ മോശമായിട്ടാണ്, ഇത് ശരിക്കും പ്രതികാരം വീട്ടുന്നതാണ്, നാണം കെടുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെക്കുന്നതാണ് എന്നൊക്കെ ആദർശ് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പലതും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ, അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോയി ഒന്ന് ഉപദേശിക്കാൻ പോലും പറ്റത്തില്ല ചേച്ചീനെ, പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അഭിയോട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇത് അവനും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും, ശരിക്കും രണ്ടും കൂടി പ്രതികാരം വീട്ടുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ പരസ്യം വീട്ടിലിരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അവരെല്ലാവരും കാണുന്നുണ്ട്, അവർക്കും അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കണ്ടിരുന്നേക്കും മുത്തശ്ശൻ അത് ഓഫ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് ജലജയോട് ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നമ്മുടെ എതിരാളികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവൾ ഈ പരസ്യം ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അവരെ തിരുത്താനും കാര്യങ്ങൾ പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞാലും അവരനുസരിക്കത്തുമില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇത് നീ അറിയാതെ നടക്കുകയല്ലോ, നീയും അറിഞ്ഞു കാണുമല്ലോ, ഇതൊക്കെ എപ്പോഴാണ് നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും മുത്തശ്ശൻ ഇത്തിരി ദേഷ്യത്തിലാണ്. മുത്തശ്ശൻ പറയുകയാണ്, അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ, ഇതിൻ്റെ അകത്ത് അവളുടെ അഭിപ്രായം എന്താണ് എന്ന് എനിക്ക് അറിയണമെന്ന് മുത്തശ്ശൻ പറയുന്നു. ഈ സമയം റൂമിലിരുന്ന് നവ്യയും അഭിയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാട്ടോ, അഭിക്ക് മനസ്സിൽ പുച്ഛമാണ്, എങ്കിലും നവ്യനെ ഇളക്കി വിട്ട് എല്ലാവരും ഒന്ന് ഉപദ്രവിക്കാമല്ലോ എന്നോർത്ത് അവൻ സന്തോഷം അഭിനയിക്കുന്നു. ഇന്നത്തേക്കും റൂമിലേക്ക് ജലജയും വരുന്നുണ്ട്. എന്നിട്ട് ജലജ പറയും, താഴെ ഇരുന്ന് എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏതായാലും ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ട്, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ എനിക്കറിയാം, എൻ്റെ ഭർത്താവിന് അവരൊരു ജോലി കൊടുത്തില്ല, അവനെ ജയിലിലിട്ടു, പല പ്രശ്നങ്ങളുണ്ടായി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഒരു സ്റ്റാഫായിട്ട് പോലും ആ ജ്വല്ലറി നിർത്താൻ അവരാരും സമ്മതിച്ചില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എനിക്ക് കാണിക്കാൻ
കാണിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിക്കും. എന്നെ ആരും ഉപദേശിക്കാനൊന്നും വരണ്ട. ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടല്ലേ പോയത്. അതുകൊണ്ട് ഞാൻ അവരോട് പറയും എൻ്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് ഞാൻ പറയും എന്നൊക്കെ പറയുന്നു. അന്നേരം ജലജയും അഭിയും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നല്ല രീതിയിൽ ഇരികേറ്റി കൊടുക്കുന്നുണ്ട്. താഴെ ചെല്ലുമ്പോൾ ബോൾഡായിട്ട് സംസാരിച്ചോണം, മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏതായാലും ഇവർ താഴോട്ട് ചെന്ന് കഴിയുന്നതേ മുത്തശ്ശി ചോദിക്കും എന്താ മോളെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന്. അന്നേരം നവ്യ ചോദിക്കും എന്താ പ്രശ്നം, എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തു, അതിനകത്ത് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട് നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ നമ്മളുടെ എതിരാളികളാണോ എന്നൊന്നും അന്വേഷിച്ചില്ല, ഇങ്ങനെ ഒരു ആഡ് ചെയ്യാവോ എന്ന് ചോദിച്ചു, ഞാൻ പോയി ചെയ്തു, എനിക്ക് നല്ല പ്രതിഫലവും കിട്ടി, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാണ് നടന്നത്, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം നവ്യ പറയും അതിന് ഞങ്ങളിവിടെ ഉണ്ടെന്നോ, ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെന്നോ, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ, ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ നിങ്ങളോടും പറയാതിരുന്നത്. എൻ്റെ അഭി ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് അവനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി. എൻ്റെ അമ്മായിമ്മ ഈ കുടുംബത്തിലെ അല്ല, അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും മാറ്റി നിർത്തി. ഇപ്പം അവൻ്റെ ഭാര്യയായ എന്നോടും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവനെ ജ്വല്ലറി പോലും നിങ്ങളൊന്നും കയറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന്. അന്നേരം നവ്യ നല്ലത് തിരിച്ചു പറയുന്നുണ്ട്. നവ്യ പറയുവാണ് അവൻ ചെയ്ത തെറ്റ് മാത്രമേ നിങ്ങളുടെ കണ്ണിൽ പിടിക്കത്തുള്ളൂ, ആദർശേട്ടൻ ചെയ്തത് എന്താണെന്ന് മുത്തശ്ശൻ അറിയത്തില്ലേ. മുത്തശ്ശനോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാണ് ആദർശേട്ടനെയും അഭിയനെയും രണ്ട് തട്ടി കാണുന്നത്? ആദർശേട്ടനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതങ്ങ് പൊതിഞ്ഞു പിടിക്കും, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിനി ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇതെല്ലാം ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടിയാണ്, അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ആട് വന്നാൽ ഞാൻ പോയി ചെയ്യും, കയ്യിൽ പൈസ കിട്ടുന്ന പരിപാടിയാണ്, ഞങ്ങൾക്കും ജീവിക്കേണ്ടേ, ഈ കുടുംബത്തിലുള്ളവർ ഞങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ കുടുംബത്തിലുള്ളവരെ മോൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് എന്ന്. അന്നേരം ദേവേനെ പറയും ഈ കുടുംബത്തിലുള്ളവർ പോട്ടെ, മോളുടെ അനിയത്തിമാർ മോളെ വിട്ടുകളയും എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ, അവരെത്രമാത്രം മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മോൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് എൻ്റെ ഒരു അനിയത്തിയുണ്ട് പോലീസ് യൂണിഫോം ഇട്ട, അവൾക്കാണെങ്കിൽ പിശാചി കയറി ഇതുപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്, പിന്നെ വലിയൊരു ഡിസൈനറല്ലേ, അവളുമാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാനിത് ചെയ്യും, അതുകൊണ്ട് എന്നെ ആരും കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുമ്പം മുത്തശ്ശൻ ഇത്തിരി ദേഷ്യത്തോടെ ഇങ്ങനെ അഭിയെ നോക്കുന്നുണ്ട്. അഭി അവിടെ പേടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ നിൽപ്പുണ്ട്. ഏതായാലും ഇന്നത്തെ നവ്യയുടെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നവ്യയോട് ഒന്നും പറയാത്തതുകൊണ്ടല്ലേ നവ്യ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നവ്യ നോക്കുമ്പം ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഒരു പ്രശ്നമില്ല, അവരെല്ലാവരും ചേർത്ത് പിടിക്കുന്നു, അഭയോട് മാത്രം തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു. ഏതായാലും നവ്യ ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം ചെയ്യണം, അങ്ങനെയെങ്കിലും നന്മ മരത്തിൻ്റെയൊക്കെ വാ തുറക്കട്ടെ. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.